അമ്പലപ്പുഴ തഹസീൽദാർ അൻവർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അൻവർ, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 5 പേർ മരിച്ചിരിക്കുന്നു. അതും 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഈ പരിക്കേറ്റവരെയൊക്കെ അല്ലെങ്കിൽ ഈ കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെയൊക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപകടത്തിൻ്റെ ആ ഒരു വ്യാപ്തി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് പറയാനുള്ളത്? അതെ, 5 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 2 പേര് ലക്ഷദ്വീപുകാരാണ്. പിന്നെ ബാക്കി 3 പേരുണ്ട്. അവരുടെ പേര് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട്. ഇപ്പം അതിന്റെ കൃത്യം വിവരങ്ങൾ വെക്കാനായിട്ട്. ഇത് സംബന്ധിച്ച്, ഈ അപകടം സംബന്ധിച്ച് അതിൻ്റെ കാരണം വ്യക്തമാണോ? അതോടൊപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മഴയാണോ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള? അതെ, മഴയിൽ സ്കിഡ് ചെയ്തിട്ട് വണ്ടി ഇടിച്ചായിരിക്കാണെന്നും നമ്മൾ അനുമാനിക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതെ, ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇനിയിപ്പോൾ ലക്ഷദ്വീപ് സ്വദേശികളൊക്കെ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടല്ലോ. ഉണ്ട്. അതിന്റെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ADM-ഉം ഡെപ്യൂട്ടി കളക്ടർ DM-ഉം ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങോട്ട് എത്താറായിട്ടുണ്ട് ഇപ്പൊ വണ്ടിക്കൂടെ. ഈ ലക്ഷദ്വീപിലുള്ള അവരുടെ ബന്ധുക്കളെയൊക്കെ അറിയിക്കണമല്ലോ. അതെ, വേണം. ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മളിപ്പം ഈ വിവരങ്ങൾ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഡ്രസ് ഒക്കെ എടുക്കാനായിട്ട് അതിനുള്ള നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. ശരി, വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.